വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. ഇന്ന് നാം പഠിക്കുന്നത് സംഖ്യയുടെ പുസ്തകം അധ്യായം 11. ഒന്നാമത്തെ ചോദ്യം: ഇസ്രായേൽ ജനം കാടപ്പക്ഷികളെ ഉണങ്ങാനിട്ടതെവിടെ? ഉത്തരം ഓപ്ഷൻ ഇ, പാളയത്തിന് ചുറ്റും. രണ്ടാമത്തെ ചോദ്യം: കർത്താവിന്റെ അനിഷ്ടമാകത്തക്ക വിധം ആരു പിറുപിറുത്തു? അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. സംഖ്യ 11 പറയുന്നത്. ഉത്തരം ഓപ്ഷൻ ഇ, ജനം. മൂന്നാമത്തെ ചോദ്യം: എവിടെ നിന്ന് പുറപ്പെട്ടാണ് ഇസ്രായേൽ ജനം ഹസറോത്തിൽ എത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി, കിബ്രോത്ത് ഹത്താവ. നാലാമത്തെ ചോദ്യം: ജനം അന്ന് പകലും രാത്രിയും പിറ്റേന്നും ഡാഷ് ശേഖരിച്ചവന് പോലും 10 ഹോമർ കിട്ടി. അവർ അത് പാളയത്തിന് ചുറ്റും ഉണങ്ങാനിട്ടു. സംഖ്യ 11 നിന്ന് പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ സി, കാടപ്പക്ഷികളെ. അഞ്ചാമത്തെ ചോദ്യം: കർത്താവിന്റെ എന്ത് ആളിക്കത്തി മോശയ്ക്ക് നീരസം ജനിച്ചു? സംഖ്യ 11 പറയുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, കോപം. ആറാമത്തെ ചോദ്യം: ഏത് കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരവാതിൽക്കലിരുന്ന് വിലപിക്കുന്നത് മോശ കേട്ടു? സംഖ്യ 11 പറയുന്നത്. ഉത്തരം ഓപ്ഷൻ ഇ, ഇസ്രായേൽ. ഏഴാമത്തെ ചോദ്യം: ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരവാതിൽക്കലിരുന്ന് വിലപിക്കുന്നത് എന്ത് കേട്ടു? സംഖ്യ 11 പറയുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, മോശ. എട്ടാമത്തെ ചോദ്യം: ജനം മോശയോട് നിലവിളിച്ചു. അവൻ ആരോട് പ്രാർത്ഥിച്ചു? അഗ്നി ശമിക്കുകയും ചെയ്തു. സംഖ്യ 11 പറയുന്നത്. ഉത്തരം ഓപ്ഷൻ ഇ, കർത്താവിനോട്. ഒൻപതാമത്തെ ചോദ്യം: കർത്താവിന്റെ കോപാഗ്നി അവരുടെ ഇടയിൽ ജ്വലിച്ചതിനാൽ ആ ഡാഷ് തബേര എന്നു പേരായി. സംഖ്യ 11 നിന്ന് പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ എ, സ്ഥലത്തിന്. പത്താമത്തെ ചോദ്യം: ജനം ചുറ്റി നടന്ന് അത് ശേഖരിച്ചു. തിരിക്കല്ലിലോ ഉരലിലോ ഇട്ട് പൊടിച്ച് കലത്തിൽ വേവിച്ച് അപ്പം ഉണ്ടാക്കി പോന്നു. എണ്ണ ചേർത്ത് ഡാഷ് അപ്പത്തിൻ്റെതുപോലെയായിരുന്നു അതിൻ്റെ രുചി. സംഖ്യ 11 നിന്ന് പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി, ചുട്ട. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. നന്ദി.